ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെസൺ ക്ലാസ് 6-ലെ ഫിസിക്സിലെ ലെസനായ 10th ലെസനായ മോഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ലെസനാണ്. ഈ ലെസണിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്, ഓരോ ഒബ്ജക്ട്സിൻ്റെ മോഷൻ, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ with the changing time, transport has also gone through various modifications. That is, from animals to invention of wheel. The evolution of transport is evident when we observe the fast car, bullets, trains, etc. Even today, new modes of transport are being reached upon. Okay, അപ്പോൾ നമ്മളെന്താണ് പണ്ട് കാലങ്ങളിൽ ആനിമൽസിൻ്റെ മേലെ, കഴുതകളുടെയും കുതിരകളുടെ മേലെയൊക്കെയാണ് കയറിപ്പോയത്. ഒന്നും എന്താണ് വീല് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വെഹിക്കിൾസും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അതിനുശേഷം വീലുകൾ കണ്ടുപിടിച്ചതിന്, ഇൻവെൻഷൻ ഓഫ് വീൽസിന് ശേഷമാണ് എന്തുണ്ടായത്, പല മോഡ്സ് ഓഫ് വെഹിക്കിൾസും ഉണ്ടായത് അല്ലേ. കാറും ബുള്ളറ്റും ട്രെയിനും എയ്റോപ്ലെയിനും ഒക്കെ ഉണ്ടായത് അതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ഇൻവെൻഷൻ ഓഫ് വീല് ചരിത്രത്തിൽ തന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇൻവെൻഷനാണ് അല്ലേ. അത് കാരണമാണ് ധാരാളം വേറെ ഇൻവെൻഷൻസും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത് എന്താണ്, അതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും എന്താണ് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഡെവലപ്മെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ട്രെയിൻ, ബസ്, കാറ്, അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് ഇപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് കാർസ് വരെ എത്തിയിട്ടുണ്ട് അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് GPS സിസ്റ്റം വഴി റൺ ചെയ്യുന്ന കാറുകളും ഉണ്ട്, സെൽഫ് ഡ്രൈവിങ് കാറുകൾ വരെ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇത്രയും ടെക്നോളജിക്കലി ഡെവലപ്പ് ആവാൻ ഉള്ള റീസൺ എന്താണ്, ഇൻവെൻഷൻ ഓഫ് വീല് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ട്രാൻസ്പോർട്ട് സിസ്റ്റം എവല്യൂഷൻ, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എ മെക്കാനിസം ബൈ വിച്ച് തിങ്സ് ആർ ക്യാരിഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് ഒരു വസ്തുവിനെ കൊണ്ടുപോകാനുള്ള ഒരു പ്രോസസ്സിൻ്റെ പേരാണ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. ഇൻ ഏർലിയർ ടൈംസ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഇസ് ഡൺ ത്രൂ ആനിമൽസ് ഓർ ഹ്യൂമൻ ബാഗ്സ്, വൈൽ വാട്ടർ ട്രാൻസ്പോർട്ട് ഹാസ് ഡൺ ടു ഹോളോ വുഡൻ ലോക്സ് ആൻഡ് സിമ്പിൾ വുഡൻ ബോട്ട്സ്. ഓക്കെ, ചെറിയ മരക്കഷ്ണങ്ങളുടെയൊക്കെ മേലെ കൂടിയൊക്കെയാണ് എന്ത് വാട്ടർ ട്രാൻസ്പോർട്ട് നടന്നിരുന്നത്. ലാൻഡ് ട്രാൻസ്പോർട്ട് എങ്ങനെയായിരുന്നു, ആനിമൽസിൻ്റെ പുറത്തേക്ക്. ഓക്കെ, ആഫ്റ്റർ ദ ഇൻവെൻഷൻ ഓഫ് വീല് കണ്ടുപിടിച്ചതിന് ശേഷം എന്തൊക്കെ വന്നു, ബുള്ളറ്റ് കാർട്ട്സ് ഉണ്ടായി, കാരിയറ്റ്സ്, ക്യാമൽ കാർട്ട്സ്, അങ്ങനെ പല കാർട്ട്സും ഉണ്ടായി അല്ലേ. ട്രാൻസ്പോർട്ട് ദെൻ ഇവോൾവ് ഇൻ ദ 19th ആൻഡ് 20th സെഞ്ച്വറി. 19th ഉം 20th സെഞ്ച്വറിയുടെ ഇടയ്ക്കാണ് നമ്മുടെ ബസ്സും ട്രെയിനും കാറും എയ്റോപ്ലെയിനും ജെറ്റും എല്ലാം ഈ ഒരു സെഞ്ച്വറിയുടെ ഇടയ്ക്കാണ് ഡെവലപ്പ് ആയത് അല്ലെങ്കിൽ ഇവോൾവ് ആയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലെങ്ത് ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ലെങ്ത് എന്താണ്, ലെങ്ത് ടെൽ us how an object is, while distance give us the information about how far things are. ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൽ us how long the object is, എത്ര ദൂരത്തിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഓക്കെ, എത്ര ദൂരത്തിലാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്കുള്ള ദൂരമാണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ദ ഗീവ്സ് എ ഇൻഫോർമേഷൻ ടു ഹൗ ഫാർ ടു തിങ്സ് ആർ, എത്ര അകലത്തിൽ അല്ലെങ്കിൽ ദൂരത്തിലാണ് ഓരോ ഒബ്ജക്ട്സും ഇരിക്കുന്നതെന്നാണ് ഡിസ്റ്റൻസ് പറയുന്നത്. ഓക്കെ, ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് സ്കെയില്, ലെങ്ത് വാസ് മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റാൻഡം വുഡൻ സ്റ്റിക്ക്, ഹാൻഡ് ഓർ ത്രെഡ്സ്. അപ്പോൾ സ്കെയില് കണ്ടുപിടിക്കുന്നതിന് മുന്നേ അല്ലേ, നമ്മുടെ മീറ്റർ സ്കെയിലൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്, വുഡൻ സ്റ്റിക്ക് അല്ലെങ്കിൽ കൈ വെച്ചിട്ടൊക്കെയാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സിമിലർലി ഡിസ്റ്റൻസ് വർ മെഷേർഡ് ഇൻ ഡേയ്സ് ഓർ ടൈം ടു ടേക്കൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇവിടെ നിന്ന് തുർക്കി എത്താൻ എന്താണ് ഇത്രയും ദിവസം, 100 days, 25 hours, അങ്ങനെയൊക്കെയാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൗ ഫാർ ആൻ ഒബ്ജക്റ്റ് ട്രാവൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ഡിസ്റ്റൻസ് പറയുന്നത്. ദ GPS സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ദീസ് ഡേയ്സ് അക്യുറേറ്റ്ലി മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ. അപ്പോൾ ഇപ്പോൾ ഉള്ള GPS സിസ്റ്റം എന്തിനാണ്, നമുക്ക് കറക്റ്റായിട്ട്
ഇത്രയും ഡിസ്റ്റൻസ് മുതൽ മറ്റൊരു സ്ഥലം വരെ, ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലം വരെയുള്ള കറക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ GPS സിസ്റ്റമൊക്കെ നമ്മൾ ഈ കാലത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെഷറിങ് ഡിവൈസസ്. എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മീറ്റർ സ്കെയിൽ യൂസ് ചെയ്യും, മില്ലിമീറ്റർ സ്കെയിൽ, അങ്ങനെ ധാരാളം സ്കെയിൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, മെഷർമെൻറ്റ് എന്താണ്? മെഷർമെൻറ്റ് ഇസ് കമ്പാരിസൺ ഓൺ എ അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് എ നോൺ ക്വാണ്ടിറ്റി. ഒരു അറിയാൻ പാടില്ലാത്തൊരു ക്വാണ്ടിറ്റീനോട് ഒരു അറിയാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യലാണ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ നോൺ ക്വാണ്ടിറ്റി, ആ അറിയാവുന്ന ക്വാണ്ടിറ്റീനെ എന്ത് വിളിക്കും? യൂണിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, മെഷർമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. 2 പാർട്ടുണ്ട് മെഷർമെൻറ്റിൽ അല്ലേ? ഫസ്റ്റ് വൺ ഇസ് നമ്പർ ആൻഡ് സെക്കൻഡ് വൺ ഇസ് യൂണിറ്റ്. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ യൂണിറ്റ് ദ നമ്പർ ചേഞ്ചസ്. അപ്പോൾ എന്തിനനുസരിച്ച് മാറും? യൂണിറ്റിനനുസരിച്ച് എന്ത് മാറും? നമ്പറും മാറും. ഓക്കെ, ഇപ്പം നോക്കിയേ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിൻറ്റ് എ ആൻഡ് ബി ഇസ് 4.5 കിലോമീറ്റർ. കിലോമീറ്ററിലാണെങ്കിൽ 4.5 കിലോമീറ്റർ. അതല്ല നമ്മുടെ യൂണിറ്റുകൾ. യൂണിറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്നറിയോ? ഏതൊക്കെയാണ്? കിലോമീറ്റർ, മീറ്റർ, മില്ലിമീറ്റർ, മൈല്, യാർഡ്, ഫൂട്ട്, അങ്ങനെ പല യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അവിടെ അപ്പോൾ കിലോമീറ്ററിലാണെങ്കിൽ നമുക്ക് പറയാം 4.5 കിലോമീറ്റർ, പക്ഷേ മൈൽസിലാണെങ്കിൽ 2.79 മൈൽസ് എന്ന് പറയാം. If the length or distance is measured by length of a foot of a person, the same length of the distance will have different value as the length of the foot of the different person differs slightly. ഇപ്പം നമ്മൾ ഫൂട്ട് എന്ന് പറഞ്ഞാൽ അടി വെച്ചാണ് മെഷർ ചെയ്യുന്നത്. 4 അടി 5 അടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെയാണ് മെഷർ ചെയ്യണമെങ്കിൽ എന്താണ്, പലരുടെയും ഫൂട്ട് ലെങ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ മെഷർ ചെയ്യുന്നതിൽ ചേഞ്ചസ് കാണും. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് മീറ്റർ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് വാല്യൂസ് മെഷർ ചെയ്യുന്നത്. ഇൻ ഏൻഷ്യൻ്റ് ടൈംസ്, പണ്ടത്തെ കാലങ്ങളിൽ ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലെങ്ത് ഫ്രം എൽബോ ടു ഫിംഗർ ടിപ്പ്. നമ്മുടെ എൽബോ മുതൽ, കൈമുട്ട് മുതൽ ഫിംഗർ ടിപ്പ് വരെ ഒരു മുഴം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് സംഭവം ക്യൂബിറ്റ്. ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടികൾ, കാലടികൾ. അതേപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഔട്ട്സ്ട്രെച്ച് ആം ആൻഡ് ചിൻ വേർ ടേക്കൻ യൂണിറ്റ് ഓഫ് ലെങ്ത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡി പാർട്സ് വെച്ചിട്ട് മെഷർ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്. എന്തൊക്കെ യൂണിറ്റ്സ് ആണ് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഏർലിയർ നമ്മൾ പറഞ്ഞു ക്യൂബിറ്റ്, ഫൂട്ട് അതൊക്കെയായിരുന്നു യൂസ് ചെയ്തത്. വാസ് അക്സെപ്റ്റഡ് ആസ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇൻ ഈജിപ്തിൽ ക്യൂബിറ്റ് പണ്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്തതാണ്. എങ്ങനെയാണ്? ഒരു എൽബോ മുതൽ ഫിംഗർ ടിപ്പ് വരെ. അപ്പോൾ പല ആൾക്കാർക്കും പല ബോഡി സിസ്റ്റം ആയതുകൊണ്ട് പലരുടെയും ഡിഫറെൻ്റ് ആയിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നെ യൂസ് ചെയ്തത് ഫൂട്ട്. അതേപോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം നൗ എഡീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതാണ് SI സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? SI സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ SI സിസ്റ്റം ആണ് നമ്മൾ ലോകമെമ്പാടും ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്. ഓക്കെ, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഓൾറെഡി ഒരു ഫിക്സ് ചെയ്തു, 100 സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/60 മിനിറ്റ് ആണ്. അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മാത്സിൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് വരാം. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്. അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മുടെ ലോകത്തിലുള്ള എല്ലാ സയൻറ്റിസ്റ്റുകളും ചേർന്നിട്ട് ഒരു സിസ്റ്റം, പല സിസ്റ്റം ഉണ്ടായില്ലേ? എന്തൊക്കെ ക്യൂബിറ്റ്, ഫൂട്ട്, അതൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാവും ഒരു സംഭവം മെഷർ ചെയ്യാൻ. അങ്ങനെ ലോകത്തിലെ എല്ലാ സയൻറ്റിസ്റ്റും കൂടി എടുത്തൊരു തീരുമാനം എന്താണ്? ഒരു സ്റ്റാൻഡേർഡായിട്ട് എല്ലാവർക്കും ഭൂമിയിൽ എവിടെ ചെന്നാലും അളക്കാവുന്ന ഒരു യൂണിറ്റ്, ആ യൂണിറ്റിനാണ് ഇൻ്റർനാഷണൽ യൂണിറ്റ് എന്ന ഒരു പേരിട്ടിട്ട് ലോകമെമ്പാടും നമ്മൾ ആ ഒരു യൂണിറ്റാണ് മെഷർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഫ്രഞ്ചാണ് ഈ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് മെട്രിക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. SI യൂണിറ്റ് എന്താണ്? മീറ്ററാണ് ലെങ്ത്തിൻ്റെ SI യൂണിറ്റ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ ആണ്. SI യൂണിറ്റ് ഓഫ് മീറ്റർ, SI യൂണിറ്റ്. ഓക്കെ,
1 kilometer 1000 meter, 1 meter 100 centimeter, 1 centimeter 10 millimeter. ഓക്കെ, ഇതപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് പ്രോബ്ലംസും അതേപോലെ തന്നെ ഹയർ ക്ലാസ്സസിലൊക്കെ പ്രോബ്ലംസിനൊക്കെ വേണ്ടതാണ്. നെക്സ്റ്റ് വൺ, ടേക്കിംഗ് കറക്റ്റ് മെഷർമെൻറ്റ്. നമ്മൾ എല്ലാവരും മെഷർമെൻറ്റ് എടുക്കുന്നു, പക്ഷേ ആ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണോ? ഇല്ല. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ കുറച്ച് പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. യൂസ് അപ്രോപ്രിയേറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. കറക്റ്റായിട്ടുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, മെഷറിംഗ് ലെങ്ത് ഓഫ് എ സ്മോൾ സ്ട്രെയിറ്റ് ഒബ്ജക്റ്റ് ലൈക്ക് എ പെൻസിൽ, എ 15 inch സ്കെയിൽ ഷുഡ് ബി യൂസ്. ഒരു ചെറിയ പെൻസിലിൻ്റെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ 15 inch സ്കെയിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ്, ഫോർ മെഷറിംഗ് ദ ലെങ്ത് ഓഫ് ദ കർവ് സർഫസ് ഓഫ് എ ട്രീ ട്രങ്ക് മെഷറിംഗ് ടേപ്പ് ഈസ് യൂസ്ഫുൾ. ഇപ്പോൾ വലിയ ഒബ്ജക്ട്സ് മെഷർ ചെയ്യാനാണെങ്കിൽ മെഷറിംഗ് ടേപ്പില്ലേ, ഈ തുണിയൊക്കെ മെഷർ ചെയ്യുന്നൊരു ടേപ്പ് ഉണ്ട്. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ പണിക്കാരൊക്കെ യൂസ് ചെയ്യുന്നൊരു ടേപ്പില്ലേ ലെങ്ത് ഒക്കെ എടുക്കാൻ, ആ ഒരു ടേപ്പും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, യൂസ് a whole instrument if an instrument with broken edge starting from the portion where the instrument is complete. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇച്ചിരി ഒടിഞ്ഞതും ബാക്കിൽ നിന്ന് ഇച്ചിരി ഒടിഞ്ഞതും മെഷറിങ് ആ ഒരു സ്കെയിലിൻ്റെ ബ്രൈറ്റ്നെസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്റിങ്സൊക്കെ മങ്ങിപ്പോയതും ഒന്നും നമ്മൾ യൂസ് ചെയ്യരുത്. കാരണം എന്താണ്, നമുക്ക് മെഷർ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളത് യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, കീപ്പ് യുവർ ഐസ് അറ്റ് ദ കറക്റ്റ് പൊസിഷൻ വൈ ടേക്കിംഗ് ദ റീഡിങ്. അപ്പോൾ കറക്റ്റ് സ്കെയിലിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ നിന്നിട്ട് വേണം നമ്മൾ റീഡ് ചെയ്യാൻ. ഇൻകറക്റ്റ് പൊസിഷൻ മേ ലീഡ് ടു സ്ലൈറ്റ് ഇൻകറക്റ്റ് റീഡിങ്. അപ്പോൾ ഇൻകറക്റ്റായിട്ട് നമ്മൾ നിൽക്കുകയാണ്, അവിടെ നിന്ന് ചെരിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് റീഡിങ്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കറക്റ്റ് വേ ടു യൂസ് എ മീറ്റർ സ്കെയിൽ. എങ്ങനെയാണ് ഒരു മീറ്റർ സ്കെയിലിന് കറക്റ്റ് മെഷർ ചെയ്യുന്നത്? കീപ് ദ സ്കെയിൽ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ് ടു മെഷർ. സ്റ്റാർട്ട് മെഷറിംഗ് ഫ്രം 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ടു അവോയ്ഡ് ടേക്ക് ഇൻകറക്റ്റ് മെഷർമെൻറ്റ്സ് ദ ഐ പൊസിഷൻ ഷുഡ് ബി കറക്റ്റ്. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ ഈ ഫിഗർ നോക്കിയേ, ദ ഐ പൊസിഷൻ ഇസ് സെൻറ്റർ. അപ്പം നമ്മൾ ഈ ഒരു സ്കെയിലിൽ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം, ഐ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി വെക്കണം. വൈൽ ദ വൺ ഇസ് ലെഫ്റ്റ് റൈറ്റ് ഡയറക്ഷൻ വിൽ ഗീവ് സം എറർ. അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് നോക്കിയാലും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എറർ മെഷർമെൻറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് മെഷർ ചെയ്യണം. ഓക്കെ, ഇനി ഒരു കേർവ്ഡ് ലൈനിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. എ കേർവ്ഡ് ലൈൻ ഓർ സർഫസ് കനോട്ട് ബി മെഷേർഡ് ബൈ സ്ട്രെയിറ്റ് സ്കെയിൽ. മെഷറിംഗ് ടേപ്പ് ഓർ ത്രെഡ് മസ്റ്റ് ബി യൂസ്. അപ്പോൾ നമ്മൾ ഒരു ടേപ്പ് അല്ലെങ്കിൽ ത്രെഡ് യൂസ് ചെയ്തിട്ട് വേണം മെഷർ ചെയ്യാൻ. ടു മെഷർ എ കർവ് യൂസിങ് എ ത്രെഡ് ഫോളോ ദ ബിലോ സ്റ്റെപ്സ്. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡ് യൂസ് ചെയ്തൊരു കർവ് മെഷർ ചെയ്യാനാണെങ്കിൽ പറഞ്ഞ സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ടൈ എ നോട്ട് അറ്റ് വൺ എൻഡ് ഓഫ് ദ ത്രെഡ്. അപ്പോൾ ത്രെഡിൻ്റെ ഒരറ്റത്ത് ഒരു കെട്ടിടാം. പ്ലേസ് ദ ത്രെഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലൈൻ. ലൈനിൻ്റെ ബിഗിനിങ്ങിൽ വെക്കാം. ട്രൈ ടു മെഷർ എ സ്മോൾ ഇനീഷ്യൽ പോർഷൻ ഓഫ് ദ ലൈൻ വിത്ത് റിലേറ്റീവ്ലി സ്ട്രെയിറ്റ്. പ്ലസ് യുവർ തം ആൻഡ് അനദർ ആൻഡ് മെഷർ നെക്സ്റ്റ് straighter position. Repeat the above step till the end of the line is reached. Make a knot at the end of the line. Now straighten the thread and measure the length using the 2 knots on the scale. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കേർവ്ഡ് ലൈനാണ് മെഷർ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഒരു ത്രെഡ് എടുക്കുക. ഒരു ത്രെഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു കെട്ടിട്ടിട്ട് വെക്കുക. ഓക്കെ, ഇവിടെ ഒരു കെട്ടിട്ട് വെക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടം മുതൽ ഇങ്ങനെ കൊണ്ടുപോയി ആ ത്രെഡ് ഇവിടം വരെ ഒരു മെഷർമെൻ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഈ ഒരു പോയിൻ്റ് വരെ പിന്നെ മെഷർമെൻ്റ് എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇവിടം വരെ മെഷർമെൻ്റ് എടുക്കുക. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങാടും വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കുക. എന്നിട്ട് ഈ വെച്ചത് ഈ ഒരു ത്രെഡിൻ്റെ ഈ ഫസ്റ്റ് നോട്ട് ഇവിടെ വെച്ചിട്ട് എവിടം വരെ ഇത് നമ്മൾ ഒരു സ്ട്രെയിറ്റ് സ്കെയിലിൽ മെഷർ ചെയ്ത് നോക്കാം എവിടം വരെ വരുമെന്ന്. അപ്പോൾ ഇതെൻ്റെ സ്കെയിൽ ഇപ്പോൾ നമുക്ക് ഒരു
37 അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് 37 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ ഒരു കർവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം ബുക്കിൽ ഇങ്ങനെ വരച്ചിട്ട്. ഓക്കെ, മൂവിങ് തിങ്സ് എറൗണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും പല കാര്യങ്ങളുണ്ട് അല്ലേ, ചിലതൊക്കെ നീങ്ങുന്നതുണ്ട്, ചിലതൊക്കെ അനങ്ങാണ്ടിരിക്കുന്ന ഒബ്ജക്ട്സും ഉണ്ട് അല്ലേ. തിങ്സ് വിച്ച് ആർ മൂവിങ് എറൗണ്ട് ആസ് ആർ സെഡ് ടു ബി ഇൻ മോഷൻ. അപ്പോൾ നമ്മുടെ ചുറ്റും അനങ്ങുന്ന ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കും, നമ്മൾ മോഷനിലാണെന്ന് പറയും. ഓക്കെ, അല്ലാത്ത ഒബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് മൂവിങ് അതിനെ എന്ത് വിളിക്കും, റെസ്റ്റിൽ എന്ന് വിളിക്കും. ഓക്കെ, ഓക്കെ, എനി ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് ടൈം ഇസ് ടേംഡ് ആസ് മോഷൻ. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സമയത്തിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കും, മോഷൻ എന്ന് വിളിക്കും. ഇപ്പോൾ 2 മിനിറ്റിൽ ആ ഒരു പൊസിഷൻ, 3 മിനിറ്റിലും ആ ഒരു പൊസിഷൻ ആണെങ്കിൽ എന്താണ്, അത് നീങ്ങുന്നില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതല്ല 2 മിനിറ്റിൽ അവൻ 10 മീറ്റർ പോയി, 3 മിനിറ്റിൽ അവൻ നമുക്ക് എന്ത് പറയാം, ഹവേഴ്സിൽ നമുക്ക് പറയാം കേട്ടോ. 10 മണിക്കൂറിൽ അവൻ ഇത്രയും ഡിസ്റ്റൻസ് പോയി, 12 മണിക്കൂറിൽ അവൻ ഇത്രയും ഡിസ്റ്റൻസ് പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് മോഷൻ അല്ലേ, ടൈമിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി മോഷൻ ക്യാൻ ബി ടേംഡ് സ്ലോ ഓർ ഫാസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റൻസ് ഇറ്റ് കവർ ഇൻ എ സ്പെസിഫിക് എമൗണ്ട്. മോർ ഡിസ്റ്റൻസ് കവേർഡ് മീൻസ് മോർ ഫാസ്റ്റ്. ഓക്കെ, ഒരു ഇച്ചിരി സെക്കൻഡിൽ വളരെ ദൂരം പോകണമെങ്കിൽ നമുക്ക് എന്താ പറയാം, ആ വണ്ടി ഫാസ്റ്റ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാം, ഇച്ചിരി ഒരു സെക്കൻഡിൽ ഇപ്പോൾ അനങ്ങിയിട്ടില്ല, ഒരു മിനിറ്റിൽ വണ്ടി 1 സെൻറ്റിമീറ്റർ അങ്ങനെ ഇത്തിരി വീതം നീങ്ങണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ വണ്ടി സ്ലോയിലാണ് പോണതെന്ന് പറയാം. ഓക്കെ, മോഷൻ ക്യാൻ ബി കംപ്ലീറ്റ് ഒബ്ജക്ട്സ് ഓർ പാർട്ട് വിത്തിൻ. Object like train, bird, hand of a clock, ant are moving objects, whereas tree house അതൊന്നും എന്തില്ല, മോഷനിലില്ല. ഓക്കെ, മോഷനിൽ അല്ല, അവരൊക്കെ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കിയേ. നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് മോഷൻ. അപ്പോൾ നമുക്കറിയാം ധാരാളം ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊല്ലം 3 ടൈപ്പ് ഓഫ് മോഷനാണ് പഠിക്കുന്നത്. അതിനുശേഷം ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോ കൊല്ലം ഒരു ടൈപ്പ് ഓഫ് മോഷൻസ് പഠിച്ചുകൊണ്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഇസ് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മോഷൻ വെർ ഒബ്ജക്ട്സ് മൂവ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന മോഷനാണ് റെക്റ്റിലീനിയർ മോഷൻ. എക്സാമ്പിൾസ് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതണം. ഓക്കെ, ദ മാർച്ച് പാസ്റ്റ് ഓഫ് സോൾജിയേഴ്സിൻ്റെ മാർച്ച് പാസ്റ്റ്, അല്ലെങ്കിൽ എന്താണ് സ്പ്രിൻറ്റേഴ്സ് ഇൻ റേസ്, ഫോളിങ് സ്റ്റോൺ, ഒരു കല്ല് താഴോട്ട് വീഴുന്നതൊക്കെ എന്താണ് റെക്റ്റിലീനിയർ മോഷൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് മോഷൻ സർക്കുലർ മോഷൻ. ദിസ് ഈസ് എ മോഷൻ വെർ ഒബ്ജക്ട്സ് മൂവ് അലോങ് എ സർക്കുലർ പാത്ത്. ഒരു സർക്കുലർ പാത്തിൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷൻ എന്ന് പറയാം. ഓക്കെ, എന്താണ് എക്സാമ്പിൾ, ഹാൻഡ് ഓഫ് എ ക്ലോക്ക്, ബ്ലേഡ് ഓഫ് ഫാൻ, റൊട്ടേഷൻ ഓഫ് എർത്ത്. ഫാൻ കറങ്ങുന്നതും ക്ലോക്കിൻ്റെ കൈകളും അതുപോലെ എർത്തിൻ്റെ റൊട്ടേഷനും ഒക്കെ എന്താണ് സർക്കുലർ മോഷനാണ്. ഓക്കെ, ദ ടൈപ്പ് ഓഫ് സർക്കുലർ മോഷൻ വെർ ആൻ ഒബ്ജക്ട് സ്പിൻ ഓൺ ഇസ് ആക്സിസ്. ഒരു ആക്സിസിൽ കറങ്ങുമ്പോൾ, ഇപ്പോൾ എർത്ത് ഒരു ആക്സിസിലല്ലേ കറങ്ങുന്നത്, ആ ടൈപ്പ് ഓഫ് മോഷന് നമുക്ക് എന്ത് വിളിക്കാം, റൊട്ടേഷണൽ മോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിൾ റോളിംഗ് ബോൾ, സ്പിന്നിങ് ടോപ്പ്,